ടിനു ജോർജ് എന്ന പാസ്റ്ററെക്കുറിച്ച് പാഷണ്ടത വല്ലതുമാണെങ്കിൽ ക്ഷമിച്ചേക്കണേ ടിനു ജോർജെ, ശപിക്കല്ലേ. കാരണം നിങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം നൽകുന്ന എന്ത് നല്ല മാർഗം, അതായത് ദൈവം തരുന്ന ധനാഗമന മാർഗങ്ങളെ എനിക്ക് ബന്ധിക്കാൻ സാധിക്കും. ഞാൻ ബന്ധിച്ചാൽ ബന്ധിച്ചത് പിന്നെ ആർക്കും അഴിക്കാൻ സാധിക്കും. തരുന്ന ആരാന്ന് ആലോചിക്കണം, ദൈവമാണ്. ദൈവം തരുന്നത് എനിക്ക് ബന്ധിക്കാം. കാരണം എന്താ, അതിന് അടിവരായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു, ഞാൻ പറഞ്ഞാൽ എന്ത് മാരക രോഗവും വിട്ടുമാറുന്നു, ഞാൻ പറഞ്ഞാൽ പിശാചുകൾ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് ഈ പിശാച് ഇറങ്ങിപ്പോകുന്നില്ല അതാ പറയുന്നത്. അതുകൊണ്ട് അപ്പം ഇത് സംഭവിക്കുമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഐശ്വര്യത്തെ എനിക്ക് ബന്ധിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വാ പൂട്ടിക്കെട്ടി താക്കോലുമായി പോകുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സുവിശേഷകവും ഈ അടുത്ത കാലത്ത് വേറൊരു കാര്യം കേട്ടല്ലോ, ദൈവം തമ്പുരാൻ താങ്കളെ ഫോണിൽ വിളിച്ചെന്ന്. ഏതിലൂടെ? ജിയോ, എയർടെൽ, അതോ ഇനിയും എന്താ സ്വർഗത്തിൽ വേറെ ഏതെങ്കിലും കമ്പനി വല്ലതും ഉണ്ടോ? അത് ചിലപ്പോൾ അതിൻ്റെ പേറ്റൻറ്റ് താങ്കളുടെ പേരിലായിരിക്കും. താങ്കളായിരിക്കും സ്വർഗത്തിലെ ഫോണിൻ്റെ കമ്പനി സ്ഥാപിച്ചേക്കുന്നത്. എൻ്റെ സുഹൃത്ത്, എന്നാ നാണക്കേടാ ഇതൊക്കെ. ദൈവം ഫോണിൽ വന്നിറങ്ങി സംസാരിക്കുക. ഇത് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു വ്യക്തിയിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സയൻറ്റിഫിക് ടെമ്പർ ഇത്രയും വളരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം സംശുദ്ധമായ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ തങ്ങളുടെ തൊണ്ടയൊന്ന് കടുപ്പിച്ച് പിടിച്ച് ഇങ്ങനെ ശബ്ദത്തിൽ പറയാണ്, ഞാൻ ഫോണിൽ ദൈവം സംസാരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പം എൻ്റെ സുഹൃത്തെ, എന്താ നാണക്കേട്. തൻ്റെ കയ്യിൽ 3 ആണിയുണ്ടോ? ഉണ്ടോ? ചുറ്റിക ഉണ്ടോ? ഒരു കുരിശുണ്ടോ? പിന്നെ മുട്ടുകുത്തി നിൽക്കാൻ ഒത്തിരി പേര് കാണുമെന്നുള്ള അറിയാം. എങ്കിൽ ഒരു കാര്യം ചെയ്യും, തൻ്റെ ആലയത്തിൻ്റെ പ്രാർത്ഥനാലയത്തിന് മുമ്പിൽ യേശുവിനെ ഒന്നുകൂടെ കുരിശ് തറയ്ക്കുക. അതാ നല്ലത്. ഇതിനേക്കാൾ നല്ലതാ. എടോ, എന്തെങ്കിലും ഞാനൊരു 2-3 കാര്യം താങ്കളോട് പറയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ചില പുസ്തകം? ആൻറ്റി ക്രൈസ്റ്റ് വായിച്ചിട്ടുണ്ടോ? വായിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് ടെംപ്ടേഷൻ വായിച്ചിട്ടുണ്ടോ? വായിക്കണം. താങ്കൾ വായിക്കുന്ന പുസ്തകം ഏതോ നമുക്കറിയാം, ആ പുസ്തകം മാത്രം വായിച്ചാൽ പോരാ. അല്ലെങ്കിൽ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ്, വളരെ പ്രശസ്തമായ ബുക്കാണ്. ഇത് വായിക്കുക. അൺക്രിസ്ത്യൻ ഇത് വായിക്കുക. എന്നിട്ട് എത്തൈസ്റ്റ് മാനിഫെസ്റ്റോ, ഇതെല്ലാം ക്രിസ്തുവിനെതിരെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഇവരാരും ക്രിസ്തുവിൻ്റെ അടിസ്ഥാന സത്തയെ ചോദ്യം ചെയ്തല്ല. ക്രിസ്തുവിൻ്റെ ചില ആശയങ്ങളോട് അവർക്ക് വിരോധമുണ്ടെന്നുള്ളൂ. അല്ലാതെ ക്രിസ്തു ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ അങ്ങോട്ട് താങ്കളോട് സംസാരിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം മന്ദബുദ്ധികളല്ല ലോകത്തിലുള്ളവർ. അതുകൊണ്ട് ടിനു ജോർജ്, ഇതിനേക്കാൾ നല്ലതേ താങ്കൾ വഴിയരികിൽ നിന്ന് എന്തെങ്കിലും, കാരണം ഒത്തിരി പേരുണ്ടല്ലോ. എനിക്ക് താങ്കളെ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, താങ്കൾക്ക് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുമായിട്ടൊക്കെ 600 സഭകളുണ്ട്, ചർച്ചുകളുണ്ട്. 600 ചർച്ചുകൾ. ഈ 600 അത് ഓസ്ട്രേലിയയിലുണ്ടെന്ന് പറയുന്നു. അത് മാർപ്പാപ്പയുടെ തൊട്ടുള്ള ഇറ്റലിയിലുണ്ട്, ജെറുസലേമിലുണ്ട്, പിന്നെ മിഡിൽ ഈസ്റ്റിലെ മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട് എന്നൊക്കെ പറയാം. എൻ്റെ പൊന്നു, പിന്നെ എന്തിനാടോ താൻ 8 കോടിക്ക് കേരളത്തിലെ പട്ടിണി പാവങ്ങളെ തെണ്ടി ജീവിക്കാൻ നോക്കുന്നത്? കേരളത്തിൽ തന്നെ പട്ടിണി പാവങ്ങളാണ്. മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണേ, പാവപ്പെട്ട കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർ, അവർ നല്ല മനുഷ്യരാണ്. അവർക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ, അവർ കൂലിപ്പണിക്കാരാണ് സാധാരണ, അവർക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ 800 രൂപ കിട്ടും. അതിൻ്റെ 10% മാറ്റി വെക്കണം, പിന്നെ സ്പെഷ്യൽ പിരിവാണെങ്കിൽ കൂടുതൽ മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിക്കുന്ന ഈ പാപ്പരത്വം ഉണ്ടല്ലോ. 600 സഭകൾ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എൻ്റെ പാസ്റ്ററെ, ഇതിനേക്കാൾ നല്ലത് വേളാങ്കണ്ണിപ്പള്ളി താൻ പോവില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ശവരക്കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ മുണ്ടനം ചെയ്ത് പോകുന്നുണ്ടല്ലോ. എല്ലാവരും ശിംശോന് പഠിക്കുമൊന്നുമല്ലല്ലോ, ദലീലയുടെ മടിയിൽ കിടന്ന് തലോടൽ കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കഷ്ടമാണ് കേട്ടോ. ഇത് യേശുക്രിസ്തുവിന് ഭൂഷണമാണ് എന്ന് തോന്നുന്നില്ല. താങ്കൾക്കിതൊരു ഭൂഷണമായിരിക്കാം. പരാന്നഭോജിയാകുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ദിവസം താൻ വേർത്ത് ജോലി ചെയ്തിട്ടുണ്ടോ? കുന്താലെടുത്ത് കിളച്ചിട്ടുണ്ടോ? ഒരു വാഴക്കൊല വെട്ടി താഴെ ഇറക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടൊരു പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ടോ?
താൻ ഇട്ടുന്ന ചെരുപ്പൊന്ന് കഴുകിയിട്ടുണ്ടോ? തൻ്റെ കാറൊന്ന് കഴുകിയിട്ടുണ്ടോ? തനിക്ക് വിയർപ്പിൻ്റെ ഗന്ധമെന്നറിയാമോ? ശീതീകരിച്ച മുറി ഇരുന്ന് പ്രൈസലോടെന്ന് പറഞ്ഞ് പഠിച്ച് തനിക്ക് വിയർപ്പിൻ്റെ സുഖം പോലും എന്തെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഒരു സാധാരണക്കാരനെ പോലെ യേശുക്രിസ്തുവിനെ പോലെ അത് നടന്ന് പ്രസംഗിച്ച യേശുക്രിസ്തുവിനെ പോലെ. യേശുക്രിസ്തു നടന്ന് പ്രസംഗിച്ചിടത്ത് അത്രയൊന്നും തന്നെ സുവിശേഷത്തിട്ടില്ലല്ലോ. ലോകമാസകൾ അദ്ദേഹത്തിന് സുവിശേഷത്തിലുണ്ട് നടന്ന് പ്രസംഗിച്ചത്. 3.5 കൊല്ലം അദ്ദേഹം ചെയ്തുള്ളൂ. യേശുക്രിസ്തു 3.5 കൊല്ലം ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രത്തോളം വൈഡായിട്ട് എത്താമെങ്കിൽ ഇനിയും മേലിലെങ്കിലും സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടാൻ യേശുക്രിസ്തു ഫോണിൽ സംസാരിച്ചു എന്നോട്. രാത്രിയുടെ നിശബ്ദതയിൽ അവിടുന്ന് എന്നോട് സംസാരിച്ചു. ഞാനിപ്പം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഇവിടെ വേറെ ഒരു വിശുദ്ധരുമില്ല, ഒറ്റ വിശുദ്ധരുമില്ല. ഏക വിശുദ്ധൻ ടിനു ജോർജ് മാത്രം. ദൈവത്തിന് അവനെ മാത്രമേ പ്രഘോഷകനെടുക്കാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ ഉപാധി മറ്റൊരു മൈക്കില്ല, അവജോ മൈക്കല്ല. ഏറ്റവും വലിയ മൈക്ക് അദ്ദേഹത്തിൻ്റെ ഫോണാണ്. ഉണ്ട് കേട്ടോ. ഇനിയും അവിടെ കാണാൻ ഒരാൾ വിളിച്ചാൽ അവിടെ ഒരു മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ തുടങ്ങും താങ്കൾ നമുക്കറിയാം. വിമർശിച്ചോ, നന്നായിട്ട് വിമർശിച്ചോ, ഒരു പേടിയില്ലാത്ത ഒരാളായി പറയണേ. എൻ്റെ പേര് ജോൺസൺ കരൂർ. വേണേൽ ഫോൺ നമ്പർ തന്നേക്കാം. വിളിച്ച് 4 തെറി വിളിച്ച് വായിലെ പുഴുവൊക്കെ പോട്ടെ എല്ലാവരുടെയും. 9447309807. നല്ല കാര്യം.